ഹലോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു സേവിങ്, ഒരു ചെറിയ ഞാനിങ്ങനെ എന്താ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടിയൊരു ബോക്സ് ചെറുതായിട്ടൊന്ന് വെറുതെ ഒരു പ്രാന്ത് പിടിച്ച സമയത്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു തുളൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിനുള്ളിൽ പൈസ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എത്ര ആയി നമുക്ക് നോക്കാം. നിറഞ്ഞ് പൈസ എല്ലാം ഇടാൻ സ്ഥലമില്ല. അപ്പോ നോട്ടുകൾ മാത്രമായിട്ട് 3700 ചേഞ്ച് ഉണ്ടായിരുന്നു. കോയിനുകൾ എണ്ണിയിട്ടില്ല. റെമഡിയായ 4000 ഉണ്ടാവുമായിരിക്കും. ഇതിൽ നമ്മൾ എന്തറിയോ, ഇതിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പൈസ ഇട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഞാനൊരു 4-5 months കൊണ്ട് ഞാനിതിൽ ഇടണം എന്നുള്ളൊരു ഇന്റൻഷനും കൊണ്ട് ഇട്ടോണ്ടിരുന്നിട്ട് ഇപ്പൊ ഇതായതാ. ഇത് ഈ ഉണ്ടാക്കിയ സമയമാണെങ്കിൽ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 4000 ചെറിയ ഒരു സേവിങ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ഡേറ്റ് എത്ര? November 1st. കേരള പിറവി കന്നഡ രാജ്യോത്സവമൊക്കെ ഉള്ള ദിവസം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു നമ്മളെ കുറച്ച് ദിവസത്തെ ഒരു ഡ്രീം അങ്ങനെ ചെറിയൊരു ആഗ്രഹത്തിന്റെ മേലെ നമ്മൾ ഊട്ടി പോവാ. ഊട്ടി എവിടെ പോയിട്ട്? ഊട്ടി പോവാ നമ്മൾ. അങ്ങനെ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയ വിയറ്റ്നാം. അപ്പൊ ആ ഗ്യാപ്പിൽ ഊട്ടി പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ ഇറങ്ങി. ഇന്നലെ നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ കുശാലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ എന്നിട്ട് നമ്മൾ കുട്ടിയച്ഛൻ്റെ അവിടെ വന്ന് സ്റ്റേ ചെയ്തു. മൈസൂർ അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിന് പോകുമ്പോൾ ലോങ് ആവുമല്ലോ, പിന്നെ നമ്മൾ ടയേർഡ് ആവും പ്ലേസസ് ഒക്കെ കറങ്ങാൻ ഒക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടിയച്ഛൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി. മമ്മിയും പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത് കുട്ടിച്ചൻ്റെ വീട്ടിലുണ്ട്. നമ്മളിപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ ഇറങ്ങി. അപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയൊക്കെയാണ് പോകുന്നത്. നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി വൺസ് പോയിട്ടുണ്ട് ഊട്ടി. ഒരു മിന്നായം പോലെ ചേട്ടൻ്റെ കുട്ടിയുടെ ചോറൂണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ പുരായിരുന്നു ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു മിന്നായം പോലെ ഞാൻ ഊട്ടി കയറി ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അവിയേട്ടൻ്റെയും ചിക്കുൻ്റെയും ഫസ്റ്റ് ടൈം അല്ലേട്ടാ? നമ്മൾ ടോളെത്തി നമ്മൾ മൈസൂർ ചിക്കുന്റെ 1.5 year ഫസ്റ്റ് ടൈം. ചിക്കുന് ഇതാ രാവിലെ ആയതുകൊണ്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിരിക്കുക. സാധാരണ ചോക്ലേറ്റ് ഒന്നും കൊടുക്കാത്ത ആളാണ് ഞങ്ങള്. രാവിലെ ആയതുകൊണ്ട് ഇരിക്കട്ടെ പാവം, രാവിലെ കുത്തിയടിപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നതല്ലേ എന്നിട്ട് ഒരു ചോക്ലേറ്റ് കൊടുത്തതാ. അപ്പം അങ്ങനെ പോകുന്ന വഴി കാണാം നല്ല മഞ്ഞൊക്കെ മൈസൂരിൽ. അടിപൊളി. ഇനി പോകുന്ന വഴി കാഴ്ചകൾ കാണിക്കാം. ഇപ്പം ടോളിലാണ് ഞങ്ങൾ. നമ്മൾ മൈസൂരിലാണ് ഇപ്പൊ. നല്ല മഞ്ഞുണ്ടെന്ന് പറഞ്ഞു നാക്കെടുത്തതേ. മഞ്ഞൊക്കെ പോയല്ലോ. നേരത്തെ വീഡിയോയിൽ അഭിയേട്ടൻ്റെ കഴുത്ത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭയങ്കര വീഡിയോഗ്രാഫി കഴിവാണ്. ഗൈസ് മഞ്ഞ് നോക്കൂ ഗൈസ്, മഞ്ഞ്. മൈ ഗോഡ്, ഇതൊക്കെ എന്ത് ഊട്ടി പോകുന്നത് നമുക്ക്. വെൽക്കം ടു ദക്ഷിണ കാശി നഞ്ചൻഗൂഡ്. ഓ ഓക്കെ, ദക്ഷിണ കാശി നഞ്ചൻഗൂഡ്. മഞ്ഞ് നല്ല അടിപൊളി മഞ്ഞ് നോക്ക്. ഫോക്ക്
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗുണ്ടൽപേട്ട്. അവിടെ നമ്മൾ നല്ല ഉടുപ്പി വെജ് റെസ്റ്റോറൻറ്റ്, നല്ല മസാല ദോശ, ചിക്കന്, ഇഡ്ഡലി ഇതൊക്കെ കൊടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതാ ഇനി 66 കിലോമീറ്റേഴ്സ് മോർ ടു ഊട്ടി. ചിക്കു ചിരിക്ക്, ഹായ് പറ, ഹായ് ചിക്കു, സേ ഹായ്. ഹായ് ഹായ് ഹായ്. വെയില് ഗൈസ്, ഭയങ്കര വെയില്, ഭയങ്കരമായിട്ട് സൺസ് കിസിങ് അസ്. ഞാൻ സൺഫ്ലവറിന്റെ തോട്ടത്തിൽ പോയി നിൽക്കാം. അതിലാണ് ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങി തന്നെ പോയി ഫോട്ടോ എടുക്കാം സൺഫ്ലവറിന്റെ എന്താ ഫാമില്. പിന്നെ ഞാനിങ്ങനെ ഗുണ്ടൽപേട്ടിന്ന് ഇവിടെ അടിച്ചപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഇവിടെ ഗുണ്ടൽപേട്ട് സ്റ്റേ ചെയ്യാനായിരുന്നു. അപ്പം അടിച്ചപ്പോൾ ഗുണ്ടൽപേട്ട് അടിച്ചോടുന്ന ഫുള്ളും മാരിഗോൾഡ് തോട്ടങ്ങൾ അത്ര, സൺഫ്ലവർ തോട്ടങ്ങൾ അത്ര, എന്ത് ഒന്നുമില്ല. ആകെ ഒരു 4, 3, 7 പൂ കണ്ട് സൺഫ്ലവറിന്റെ. അതാണെങ്കിൽ ഫുള്ള് വേല ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പൂവല്ലായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മറ്റേ വേഷം സിനിമയില്, വെയിറ്റ് നിക്ക് എവിടെ നോക്ക് പറയട്ടെ മമ്മ. വേഷം സിനിമയില് ഗോപിക ഇങ്ങനെ ഓടി വരത്തില്ലേ മറ്റേ ആ പാട്ടിലൊക്കെ ആയിട്ട് വലിയ വലിയ സൺഫ്ലവർ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ കണ്ട സൺഫ്ലവർ തീരെ കുഞ്ഞതായി പോയി. ഇനി എവിടെയെങ്കിലും കാണുന്നത് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ ബണ്ടിപ്പൂർ കയറും. ബണ്ടിപ്പൂർ കയറുമ്പോൾ ഏതെങ്കിലും പ്രാണികളെ, ആനിമൽസിനെ കാണുവാണെങ്കിൽ നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കാത്ത ഒരു പ്രാണിയായിരിക്കും ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ. ഏത് പറ? യെസ്, മാൻ, ഡീർ. അതിനെ കാണുമായിരിക്കും. ടൈഗർ റിസർവ് ബണ്ടിപ്പൂർ സഫാരി ബുക്കിംഗ് കൗണ്ടർ. ഇവിടെ സഫാരി ബുക്ക് ചെയ്യണം. വെൽക്കം ടു ബണ്ടിപ്പൂർ ടൈഗർ റിസർവ് സഫാരി ക്യാമ്പസ്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ലേ? അല്ല, സഫാരിക്കല്ല, വെൽക്കം ടു ബണ്ടിപ്പൂർ ടൈഗർ റിസർവ് എന്ന് കാണിച്ച്. വാവ്, നല്ല സ്ഥലം. എന്തായിരിക്കും എന്നാലും ഈ സ്കൈ കൂടെ പോയത്? നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, ഡംപ് യുവർ ബോട്ടിൽസ് ആൻഡ് പ്ലാസ്റ്റിക് ഹിയർ, പ്ലാസ്റ്റിക് ഫ്രീ സോൺ. ഇനി കുറച്ചങ്ങോട്ട്. അപ്പോൾ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് പ്ലാസ്റ്റിക്സ് ഒന്നും എടുത്തിട്ടില്ല. എന്താ വാട്ടർ ബോട്ടിൽസ് ഒക്കെ മെറ്റലിൻ്റെയാണ്. ഇവിടെ എന്താ ബിൽ, നമ്മുടെ കാറിൻ്റെ നമ്പർ അല്ല, നമ്മുടെ ഉള്ളത് K12 അല്ലേ നമ്മുടെ. വെൽക്കം എൻട്രി ലൈൻ. വെൽക്കം ടു ബണ്ടിപ്പൂർ ടൈഗർ റിസർവ്. അങ്ങനെ നമ്മൾ ബണ്ടിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ കയറാൻ പോവാ. അതിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഗൂഗിൾ പേ ഇല്ല ചെക്ക് പോസ്റ്റിൽ, ക്യാഷ് ഇല്ല. തുറക്ക്. അപ്പോൾ എൻ്റെ ബാഗ് പെട്ടിക്കകത്തായിരുന്നു, ഡിക്കിയിൽ. അല്ല, ഇതിൽ 20 റുപ്പീസ് ഇങ്ങോട്ട് ബണ്ടിപ്പൂർ ഫോറസ്റ്റ് കയറുന്നു എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണേ. അവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് മാത്രം. ടോളില് ഫാസ്റ്റാഗ് ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അല്ല, ഇവിടെ ആയില്ലല്ലോ. ഇവിടെ സ്കാൻ ആവാത്തത് കൊണ്ട് കിട്ടിയതാ. പ്രതീക്ഷ അനിമൽസിനെ കാണാം എന്ന്. നല്ല സ്ഥലം. പിക്കോക്ക്. നമ്മൾ ഡീറിനെ കണ്ടു, അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വലിയ വലിയ കൊമ്പുള്ള ഡീർ. ഓ, മാൻകൂട്ടം. ചിക്കു അവിടെ കണ്ടോ? സ്ലോ ആക്കിക്കോ, അവനെ കാണാം. ചേട്ടാ, ആനയുണ്ട്, ആന. അതവിടെ ചിക്കു, ആന നോക്കുമ്പോ എലിഫന്റ്. ഓ മൈ ഗോഡ്. ചിക്കു, ആന കണ്ട 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 കണ്ട
എലിഫന്റ് കണ്ടോ ചിക്കു? ഡീർ കണ്ടു പൊന്നെ. എലിഫന്റ് കണ്ട്. എലിഫന്റ് ചിക്കു, എലിഫന്റ് എങ്ങനെ ഉണ്ടായി ചിക്കു? എവിടെ എങ്ങനെ ഉണ്ടായി? ബിഗ് ആയിരുന്നാ? പറ, എലിഫന്റ് എങ്ങനായിരുന്നു? ബിഗ്. ഓ, അങ്ങനെ സമാധാനായി. ഒരു എലിഫന്റിനെങ്കിലും കണ്ടല്ലോ. ഇനി കാണണ? ഇനി കാണണ? നോക്കാം, മുമ്പിലുണ്ടാവൂ. ഇനി ഉണ്ടാവും. വെൽക്കം ടു ബണ്ടിപ്പൂർ. ഇത് എത്ര ബോർഡാ? സഫാരി സ്റ്റാർട്ട്. സഫാരി സ്റ്റാർട്ട്. ഇവിടെ സഫാരി അല്ലെന്ന് തോന്നുന്നു. ഇവിടെ കാർ പാർക്കിംഗ്. മ്യൂസിയം പോണ? മ്യൂസിയം is not open guys. പക്ഷെ എന്നാലും ഐ എം സോ ഹാപ്പി. ആനനെ കാണാൻ കിട്ടിയല്ലോ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ റോഡിലാണ്. ഫസ്റ്റ് ടൈം അല്ല, നമ്മൾ ചിക്കുൻ്റെ മൊട്ടയടിക്കാൻ പഴനി പോയപ്പോൾ സത്യമംഗല ഘാട്ട്സിൽ കണ്ട് ഒരു ആനനെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു കാട്ടാന. മാനൊക്കെ എത്ര അടുത്തായിരുന്നല്ലേ. എന്ത് ബിഗ്? എന്ത് കാണണം? പുലി. ബിഗ് പുലിനെ കാണണമെന്ന്. ചിക്കുൻ്റെ ആഗ്രഹം ചെറുതൊന്നുമല്ല ഗൈസ്. നല്ല അയ്യോ ഇല്ല, ഇത് മൈനയാ. മൈന മൈന. നല്ല റോഡാ. ബണ്ടിപ്പൂർ ഫോറസ്റ്റ്. സഫാരിക്ക് പോകുന്ന വണ്ടികളൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിന്ന് വീഡിയോ എടുക്കുന്നു. അവർക്ക് സ്പെസിഫൈ റൂട്ട് ഉണ്ട്. പിക്കോക്കിനെ കണ്ട് പൊന്നെ ഞങ്ങള്. ചിക്കുന്റെ ഇന്റൻഷൻ വെറും പുലിനെ കാണുന്നില്ല. അവൻ ഓരോ സെക്കൻഡും പുല്ലിയെ 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 എന്ന് പറഞ്ഞോണ്ട്. പുലി കാണത്തില്ല പിന്നെ. വല്ല സൂവിലൊക്കെ പോണം പുലിനെ കാണണമെങ്കിൽ. റോഡിൽ നോക്ക് പിക്കോക്ക്. അതോ വലിയ ഡീർ. താങ്ക് യു. ഞങ്ങൾ ബണ്ടിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞു ഗൈസ്. നമ്മുടെ പ്രതീക്ഷകൾ കർണാടക കഴിഞ്ഞ്. താങ്ക് യു. വിസിറ്റ് അഗൈൻ കർണാടക. അത്ര നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ്. ഓ, തമിഴ്നാട് ലിമിറ്റ് സ്റ്റാർട്ട്സ്. We have entered to Tamil Nadu guys. മുതുമലൈ ടൈഗർ എക്സൈറ്റ്മെന്റ്. ചിക്കു അല്ലെങ്കിൽ വണ്ടി കയറി ഉടനെ ഇറങ്ങുന്നതാണ്. ഓ, ഡക്കാ? എവിടെ ഡക്ക്? ഡക്കല്ല പിന്നെ, അത് കോഴി. കോഴി, കാട്ടുകോഴി. ആ, അപ്പൊ ചിക്കു കാറ് കയറിയ സാധാരണ ഉറങ്ങുന്നതാ. ചാച്ചി ചാച്ചി എന്ന് പറഞ്ഞാണ്. നമുക്ക് ഫുൾ എക്സൈറ്റ്മെന്റ് ലെവൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എലിഫന്റ് ചാണകം. എലിഫന്റ് ചാണകം. കുറെ ആനപ്പിണ്ടങ്ങൾ കാണും. നല്ല റോഡ്. നല്ല വ്യൂ. പുല്ലില്ല, പുല്ല്. ഇതിനെ കാണാൻ ഇഷ്ടം പോലെ. കണ്ടാ ചിക്കുട്ട എന്ത് കണ്ട പുല്ല്? ആന കണ്ട്. മുതുമലൈ ടൈഗർ റിസർവ്. നമ്മൾ ബണ്ടിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് കയറുന്നത് മുതുമലൈ ടൈഗർ റിസർവിലോട്ട്. നമ്മൾ കർണാടകയിൽ വെച്ചൊരാനെ കണ്ടു, തമിഴ്നാട് വെച്ചൊരാനെ കണ്ടു. രണ്ടുപേരും നമ്മളെ നിരാശപ്പെടുത്തിയില്ല.
പിന്നെ മാൻസ് മാന് നിറഞ്ഞു നിക്കട്ടെ നമ്മുടെ വീഡിയോയില്. കണ്ണുണ്ടല്ലോ പിന്നെ. പിന്നെന്തുണ്ട്? ഡോഗ് അല്ലത്, ഡോഗ് അത്ര. ഡീർ പറഞ്ഞേ, പറ ഡീർ പറ. ചിക്കു ചിക്കു പറ ചിക്കുട്ടാ. അവൻ അനിമൽസിനെ നോക്കുന്ന ബിസിയില്ല, തിരക്കിക്കൊണ്ടിരിക്കുന്ന ബിസിയില്ല. എന്നാലും അടിപൊളി. നിരാശപ്പെട്ടു. ആന മമ്മം കഴിക്കായിരുന്നു. മമ്മം കഴിക്കായിരുന്നു. ചിക്കു പറ, ഇവിടെ പറ. ആന എന്തൊക്കെ? ആന മമ്മം. ആന ഒരു സൈഡിൽ നിന്നിട്ട് മമ്മം കഴിക്കായിരുന്നു. തമിഴ്നാട് സഫാരി വണ്ടിയുടെ മുതുമലൈ ടൈഗർ റിസർവിന്റെ അവരുടെ സഫാരി. അവനൊരു കാക്കയെ കണ്ടാ പോലും മമ്മ കാക്ക, മമ്മ ഡോഗ്. അവന് ശരിക്കും ഉറങ്ങേണ്ടതാ. രാവിലെ ഇപ്പൊ നമ്മള് 5:30 കുത്തിപ്പൊക്കി. നമ്മൾ 6 മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്. 5:30 9-9:30 വരെയൊക്കെ ഉറങ്ങുന്ന ആളാ. ചിലപ്പോ 10-10:30 ആവും. ഓ മൈ ചിക്കു. ഡീർ നിക്ക് ഡീർ. അയ്യോ എത്ര ഡീരാന്നൊക്കെ. അയ്യോ അയ്യോ കണ്ടാ മമ്മം കഴിക്കുന്ന ഡിയർ തോന്നുന്നല്ലേ. മുതുമലൈ റിസപ്ഷൻ അല്ലല്ലോ. എന്താ ചിക്കൻ? ഹില്ല്. ആ ഹിൽസ് നോക്ക്, വലിയ വലിയ ഹില്ല്, ബിഗ് ഹില്ല് നോക്ക്. ഊട്ടി 36 കിലോമീറ്റേഴ്സ് മോർ. കോട്ടഗിരി, കോയമ്പത്തൂർ. ബോർഡ് നോക്ക്, ബോർഡ്. കോട്ടഗിരി, ഊട്ടി ഊട്ടി ഊട്ടിപ്പട്ടണം. കോട്ടിക്കെട്ടി നവാട സിംഗ സുമായി. മൈനർ ബ്രിഡ്ജ് എവിടെയൊക്കെ ഇരിക്കുന്നൊക്കെ അവര്. വാഷ്റൂം ആണ് തോന്നുന്നതൊക്കെ. പോടാ അവിടുന്ന്. ആന എവിടെ? ചിക്കു ഭയങ്കര എക്സൈറ്റ് ആയിട്ട്. ചിക്കു എന്ത് ചിക്കു? എവിടെ നമ്മളിപ്പോ എവിടെ വെച്ച് വന്നിട്ടില്ല? മുതുമലൈ ടൈഗർ റിസർവിന്റെ ഉള്ളില് എലിഫന്റ് ക്യാമ്പ്. എന്താ പിന്നെ നടത്ത് നടക്ക് ചിക്കു. ചിക്കു ഇസ് വെരി എക്സൈറ്റഡ്. ചിക്കു അതല്ല ആന, അവിടെ ഉണ്ട് ആന. വാ. നമ്മുടെ അവിടെ തന്നെ ഉള്ളത് പക്ഷെ അത് കുറേ നടക്കാനുണ്ട്. ഇത് പക്ഷെ റോഡിനെ കണ്ടു ആന. ചിക്കുടെ എലിഫന്റ് എവിടെ? ചിക്കു പിക്കോക്ക് നോക്ക്. പിന്നെ ബൈ ബൈ ഹൈലൈറ്റ് ആണല്ലോ. ബൈ ആക്കി ചിക്കു.